സുപ്രധാന തീരുമാനങ്ങളുമായി മോദി ട്രംപ് കൂടിക്കാഴ്ച. മുംബൈ ഭീകരാക്രമണ സൂത്രധാരൻ പാക് വംശജൻ തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ത്യക്ക് കൈമാറാൻ തയ്യാറാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിട്ടുണ്ട്. അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അനധികൃത കുടിയേറ്റം തടയാൻ അമേരിക്കയെ സഹായിക്കുമെന്നും നരേന്ദ്രമോദി. സംയുക്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു ഇരുവരുടെയും പ്രസ്താവന. മുംബൈ ഭീകരാക്രമണ കേസിൽ വിചാരണ നേരിടുന്ന പാക് വംശജനായ കനേഡിയൻ വ്യവസായി തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ത്യക്ക് കൈമാറാൻ US സുപ്രീം കോടതി നേരത്തെ അനുമതി നൽകിയിരുന്നു. കൂടിക്കാഴ്ചയിലെ സുപ്രധാന തീരുമാനമായി ട്രംപ് ഇത് പ്രഖ്യാപിച്ചു. കൈമാറ്റ തീരുമാനത്തിന് നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. I'm pleased to announce that my administration has approved the extradition of one of the plotters and one of the very evil people of the world, and having to do with the horrific 2008 Mumbai terrorist attack, to face justice in India. അമേരിക്കയിലെ അനധികൃത കുടിയേറ്റ വിഷയത്തിലും ഇന്ത്യ നിലപാട് വ്യക്തമാക്കി. കുടിയേറ്റക്കാരെ തിരികെ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകും. അതിർത്തി കടന്നുള്ള തീവ്രവാദം എല്ലാ കാലത്തും ഭീഷണിയെന്ന ട്രംപ്. ഇതിനെതിരെ ഒരുമിച്ച് പോരാടണം. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഇന്ത്യക്ക് കൃത്യമായ പക്ഷമുണ്ടെന്ന് നരേന്ദ്രമോദി. അത് ശാന്തിയുടെ പക്ഷമാണ്. അമേരിക്ക നടത്തുന്ന സമാധാന ശ്രമങ്ങൾക്ക് എന്നും പിന്തുണയുണ്ടാകും. യുദ്ധകാലമല്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് പറഞ്ഞിരുന്നു. പ്രശ്നങ്ങൾക്ക് ചർച്ചയിലൂടെ പരിഹാരം കാണാമെന്ന് താൻ വിശ്വസിക്കുന്നു. രാജ്യ താൽപര്യത്തിനാണ് മുൻഗണനയെന്നും നരേന്ദ്രമോദി. अमेरिका और भारत मिलकर के हमारी कोशिश है और हमारी कोशिश रहनी चाहिए कि इस प्रकार की पूरी इकोसिस्टम को हमें जड़ मूल से नष्ट करना चाहिए ताकि ह्यूमन ट्रैफिकिंग बंद हो. മോദി മികച്ച നേതാവാണെന്ന് ഡൊണാൾഡ് ട്രംപ്. മോദി ഇന്ത്യയ്ക്കായി മികച്ച കാര്യങ്ങൾ ചെയ്യുന്നു. ഇന്ത്യയുമായി എന്നും മികച്ച ബന്ധം. ഒരുമിച്ച് നിൽക്കേണ്ടത് അനിവാര്യം. ഇന്ത്യയുമായി മികച്ച വ്യാപാര കരാറുകൾ ഉണ്ടാകുമെന്നും ഡൊണാൾഡ് ട്രംപ്. സെറിമോണിയൽ ഗാർഡ് പരേഡോടെയായിരുന്നു നരേന്ദ്രമോദിക്ക് വൈറ്റ് ഹൌസിൽ സ്വീകരണമൊരുക്കിയത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, US-ലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് മോഹൻ ക്വത്ര എന്നിവരും പ്രധാനമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24.